പ്രോൺസൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ഒരേ സ്റ്റൈൽ ഉണ്ടാക്കി മടുത്തോ എങ്കിൽ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഈസിയാണ്, കുറച്ച് ടൈം മതി. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ബട്ടറും കുറച്ച് കോൺഫ്ലവറും. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് നല്ല എരിവുള്ള ഒരു പച്ചമുളക്, എരിവ് കുറഞ്ഞാണെങ്കിൽ 2 യൂസ് ചെയ്യാം, ഒരു പച്ചമുളകും ഒരിത്തിരി കറിവേപ്പിലയും, പിന്നെ നമ്മൾ സവാള ഒരു ഫുൾ സൈസ് സവാള ഒരേ സൈസ് ഇതേപോലെ കനം കുറഞ്ഞ നീട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കണ്ടില്ലേ, ഇതൊന്ന് വാട്ടിയെടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം കൂടെ ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ ഫുള്ള് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. ഇനി നമ്മൾ ഒരു ഫുൾ സൈസ് തക്കാളി, ഒരു മീഡിയം ടു സ്മോൾ സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് വാട്ടിയെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. തക്കാളിയും കൂടെ വാടിക്കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോൺസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ട് കറിയൊക്കെ വെച്ചതിൻ്റെ ബാക്കി വളരെ കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു പീസ് ബട്ടർ 4 കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതൊന്ന് 2-3 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോൺസൊക്കെ വെന്തിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് കലക്കി ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോൺഫ്ലവർ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ കോൺഫ്ലവറിൻ്റെ റിയൽ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ ഇതിനോടകം തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.